നഷ്ടപ്രണയം. കോടമഞ്ഞിൻ്റെ തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നു. കമ്പിളി ഷാളിനിടയിലൂടെ അരിച്ചു കയറുന്ന തണുപ്പിനെ പ്രതിരോധിക്കാൻ നിമിഷ ടീച്ചർ ഒന്നുകൂടെ ഷാളിനെ ശരീരത്തിനോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി. ഹാ, നല്ല സുഖമുള്ള തണുപ്പ്. പല്ലുകൾ കൂട്ടിമുട്ടുന്നുണ്ട്. അഗാധമായ കൊക്കയുടെ ചരിവിലുള്ള റോഡിലൂടെ ബസ് കയറ്റം കയറുന്നു. ഹെയർ പിൻ വളവുകളും വശത്തുള്ള കാഴ്ചകളും ഒന്നും തന്നെ നിമിഷ ടീച്ചർക്ക് പുതുമയുള്ളതായിരുന്നില്ല. വശങ്ങളിലെ കാഴ്ചകൾ ഓടി മറയുന്നു. എത്രയോ വർഷം ഈ വഴി സഞ്ചരിച്ചിരിക്കുന്നു. തൻ്റെ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകളെ ഒതുക്കി വെച്ചുകൊണ്ട് ടീച്ചർ തല സീറ്റിലേക്ക് അമർത്തി. മനസ്സ് 10 വർഷം പിറകിലേക്ക് പോയി. കൺപോളകൾ പതിയെ അടഞ്ഞു. 10D ക്ലാസ് മുറിയിലേക്ക് ഹാജർ പുസ്തകവുമായി ക്ലാസ് ടീച്ചർ നിമിഷ കടന്നു വരുന്നു. പതിവ് സ്വാഗതം. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഒരു ചെറു ചിരിയോടെ കുട്ടികൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഹാജർ എടുത്തു. ഫസ്റ്റ് പീരിയഡ് 8D ക്ലാസ്. നിങ്ങൾക്ക് ഈ പീരീഡ് ആരാണ്? സുരേഷ് സാർ. സാർ ഇപ്പോൾ വരും, നിശബ്ദരായിരിക്കണേ. ധൃതിയിൽ 8D നടന്നു. പതിവ് പോലെ കുട്ടികളോട് അല്പം കൊച്ചു വർത്തമാനം പറഞ്ഞു. പ്രണയതാഴ്വരയിലെ ദേവദാരുവിലേക്ക് കടന്നു. പെട്ടെന്നാണ് പുറത്ത് ടീച്ചർ എന്നൊരു വിളി. പുറത്തേക്ക് നോക്കിയപ്പോൾ 10D ലീഡർ ഫാത്തിമ. എന്താ മോളെ? ടീച്ചർ ക്ലാസ്സിനകത്ത് സൂപ്പർ അടി, ടീച്ചർ ഒന്ന് ഓടി വരുമോ? ഇത്രയും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫാത്തിമ ഒറ്റ ഓട്ടം. എന്താ ഫാത്തിമ, എന്താ പ്രശ്നം എന്ന നിമിഷ ടീച്ചറിൻ്റെ ചോദ്യം അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. പിന്നെ ഒറ്റ ഓട്ടമായിരുന്നു നിമിഷ ടീച്ചർ ക്ലാസ്സിലേക്ക്. പടിക്കെട്ടുകൾ ചാടി ഇറങ്ങുമ്പോൾ കാലുകൾക്ക് ഇത്ര വേഗത എങ്ങനെ കിട്ടി? അറിയാതെ ചിന്തിച്ചുപോയി. സെക്കൻഡുകൾക്കുള്ളിൽ നിമിഷ ടീച്ചർ 10D മുന്നിലെത്തി. ഡോർ അകത്തുനിന്ന് അടച്ചിരിക്കുന്നു. ഇതെന്തു പറ്റി? വാതിലിൽ തട്ടി. കതക് തുറന്നേ. ഇതാരാ കതക് പൊട്ടിയത്? ദേഷ്യം കൊണ്ട് നിമിഷ ടീച്ചറിൻ്റെ മുഖം ചുവന്നു. പെട്ടെന്ന് ഡോർ തുറന്നു. ടീച്ചർ അകത്തേക്ക്. വെടി പൊട്ടുന്ന പോലെ ഒരൊച്ച. വർണ്ണക്കടലാസുകൾ പാറിപ്പറന്ന് ദേഹത്ത് വീണു. ക്ലാസ്സിൽ നിന്നും ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ, ഹാപ്പി ബർത്ത്ഡേ നിമിഷ ടീച്ചർ. ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷമാണോ സങ്കടമാണോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. കുട്ടികളിലാരോ ഒരു തൊപ്പി ടീച്ചറിൻ്റെ തലയിൽ അണിയിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം കുട്ടികളുടെ നേർക്ക് കൈകൂപ്പി തൊഴുതു നിന്നു. കേക്ക് മുറിച്ച് ആദ്യ കഷണം ഫാത്തിമ വായിൽ വച്ചു തന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സർപ്രൈസ് ബർത്ത്ഡേ ആഘോഷം ഇതുവരെയും ഉണ്ടായിട്ടില്ലല്ലോ എന്ന ചിന്തയാൽ കണ്ണു നിറഞ്ഞു. താൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഏതോ ഒരു അസുലഭ വസ്തുവിൻ്റെ സ്വാദ് ആദ്യമായി അറിയുന്നു. രോമാഞ്ചം വരുന്നുണ്ടോ? അതോ തോന്നുന്നതാണോ? ഇല്ല, ശരിക്കും കയ്യിലെ നനുത്ത രോമങ്ങൾ സന്തോഷം കൊണ്ട് ആറാടുകയാണ്. ഈ ദിവസം തൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ദിവസം തന്നെയായിരിക്കും. കുട്ടികൾക്ക് കേക്ക് മുറിച്ചു കൊടുത്ത് അവരോട് നന്ദിയും പറഞ്ഞ് വീണ്ടും ക്ലാസ്സിലേക്ക് പോയി. പ്രണയ താഴ്വരയിലെ ദേവദാരുവിലേക്ക് വീണ്ടും. ഹർഷവർദ്ധനും സൈറയും മകന് വേണ്ടി ജീവിക്കുന്ന അമ്മയുമെല്ലാം ക്ലാസ്സിൽ ജീവൻ വെച്ചു. അല്പസമയം കഴിഞ്ഞില്ല, വീണ്ടും പുറത്തുനിന്നും ഒരു ടീച്ചർ വിളി. പുറത്തേക്ക് നോക്കിയപ്പോൾ OA അനീഷാണ്. എന്താ അനീഷേ? ടീച്ചറിനെ HM വിളിക്കുന്നു. എന്താ കാര്യം? ടീച്ചറിൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പാരൻ്റ് വന്ന് നിൽക്കുന്നു. അതാരാ? ഇന്ന് ആരുടെയും രക്ഷിതാവിനെ വരാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആകാംക്ഷയോടെ ഓഫീസിലേക്ക് നടന്നു. HMൻ്റെ കസേരയ്ക്ക് മുന്നിൽ ഒരു മധ്യവയസ്കൻ ഇരിക്കുന്നു. സർ, എന്താ എന്നെ വിളിപ്പിച്ചത്? HMനോട് ചോദിച്ചു. ടീച്ചർ,
ഇത് ടീച്ചറിൻ്റെ ക്ലാസ്സിലെ ഫാത്തിമയുടെ ബാപ്പയാണ്. നിമിഷ ടീച്ചർ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, മുഖപരിചയമില്ല. ക്ലാസ് PTA ഉമ്മയാണ് സാധാരണ വരാറുള്ളത്. ബാപ്പയുടെ മുഖം സംഘർഷം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുന്നു. എന്താ കാര്യം? ഫാത്തിമയുടെ ബാപ്പ എന്താ വന്നത്? ടീച്ചർ, എനിക്കിപ്പോൾ ഓളുടെ TC വേണം. നിമിഷ ടീച്ചർ ഒന്ന് ഞെട്ടി. TCയോ? ഇപ്പോഴോ? എന്താ കാര്യം? പൊതുപരീക്ഷയ്ക്ക് ഇനി 2 മാസം കൂടെയല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്തിനാ TC? ഞാൻ ഓളുടെ പഠിപ്പ് നിർത്തുകയാണ്. ഓള് പഠിച്ചത് മതി. HM ജോൺ സർ ഇടയ്ക്ക് കയറി. നിമിഷ ടീച്ചർ ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് എന്താ പ്രശ്നമെന്ന് ഒന്ന് മനസ്സിലാക്കൂ. ശരി സർ. ഫാത്തിമയുടെ ബാപ്പ വരൂ, നമുക്കൊന്ന് സംസാരിക്കാം. നിമിഷ ടീച്ചർ ഫാത്തിമയുടെ ബാപ്പയുമായി ലൈബ്രറിയിലേക്ക് പോയി. ഞാൻ ഇക്ക എന്ന് വിളിച്ചോട്ടെ? എന്താ ഇക്കയുടെ പേര്? എൻ്റെ പേര് ബഷീർ. എന്താ ഇക്ക പ്രശ്നം? ഒരു മടിയും വേണ്ട, പറയൂ. എന്തായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഫാത്തിമ മിടുക്കിയാണ്, നന്നായി പഠിക്കുന്നുമുണ്ട്. പിന്നെന്തിനാ ഇപ്പോൾ TC വാങ്ങി അവളുടെ പഠനം അവസാനിപ്പിക്കുന്നത്? ഒരു നിമിഷം ബഷീർ എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നി. കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഇക്ക, എന്താ ഇത്? കരയാതെ, കണ്ണീർ തുടയ്ക്ക്. നമുക്ക് എന്തിനും പരിഹാരമുണ്ടാക്കാം. ഇക്ക, എന്താണ് കാര്യമെന്ന് പറയൂ. ടീച്ചർക്കറിയോ, അവൾ ഞങ്ങളുടെ ഒറ്റ മോളാ. വിവാഹം കഴിഞ്ഞ് 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പടച്ചോൻ തന്ന മുത്ത്. ടീച്ചർക്കറിയണോ, ഇന്ന് ഓള് സ്കൂളിൽ വന്നപ്പോൾ എൻ്റെ ബീവി ഓളുടെ മൊബൈൽ തുറന്ന് നോക്കി. സാധാരണ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവൾ പോകാറ്. ഇന്നവൾ മറന്നുപോയി. മൊബൈൽ മേശപ്പുറത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഓളുടെ ഉമ്മ വാട്സാപ്പ് തുറന്ന് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ ഈ ചാറ്റുകൾ നോക്കിക്കേ എന്ന് പറഞ്ഞ് മൊബൈൽ എൻ്റെ കയ്യിൽ തന്നു. ചാറ്റുകൾ വായിച്ച സമയം മൊബൈൽ എൻ്റെ കയ്യിലിരുന്ന് വിറയ്ക്കുകയായിരുന്നു. എൻ്റെ മോൾ ഫാത്തിമ, അവൾ ഒരുവനുമായി പ്രണയത്തിലാണ്. 15 വയസ്സ് തികയാത്ത എൻ്റെ മോളെ ആ ദുഷ്ടൻ വലയിലാക്കിയിരിക്കുകയാണ്. വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നും 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാലുടൻ ഒളിച്ചോടാമെന്നുമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞങ്ങളിതെങ്ങനെ സഹിക്കും ടീച്ചറെ? ഇല്ല, ഞാൻ അവളെ ഓന് വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ സഹോദരൻ ദുബായിലുണ്ട്. TC വാങ്ങി ഞാൻ അവളെ ദുബായിലേക്ക് കൊണ്ടുപോകും. ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ച കുട്ടിയാ. മതി, അവളുടെ പഠിപ്പ് മതി. ടീച്ചർ അവളുടെ TC തരൂ. എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇക്കയൊന്ന് സമാധാനിക്കൂ. ഇക്കയ്ക്ക് ആ പയ്യനെ അറിയാമോ? അറിയാം ടീച്ചറെ, അക്ബർ. നല്ല കാശുള്ള വീട്ടിലെ പയ്യനാ. ബെൻസ് കാറും ബുള്ളറ്റും എല്ലാം ഉണ്ട്. ഓൻ്റെ ബാപ്പയ്ക്കൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ഇക്ക, നിങ്ങളുടെ ആളാണല്ലോ. നല്ല പയ്യനാണെങ്കിൽ അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ആലോചിച്ചുകൂടെ? ടീച്ചറെ, അതാ പ്രശ്നം. ഓന് ശരിക്കും കാശുണ്ട്, പക്ഷേങ്കിൽ അവൻ മഹാ തരികിടയാ ടീച്ചറെ. അവൻ എൻ്റെ മോളെ ചതിക്കും. നമുക്ക് ഈ ബന്ധം ശരിയാകില്ല ടീച്ചറെ. ഓൻ്റെ ബാപ്പ ഒരിക്കലും സാധാരണക്കാരായ നമ്മളുമായിട്ടുള്ള ബന്ധം അംഗീകരിക്കില്ല ടീച്ചറെ. ഓ ശരി, അങ്ങനെയാണോ? ഞാനൊന്ന് ഫാത്തിമയുമായി സംസാരിക്കട്ടെ. നിമിഷ ടീച്ചർ ക്ലാസ്സിലേക്ക് പോയി. ഫാത്തിമ മോളെ ഇങ്ങ് വന്നേ. എന്താ ടീച്ചർ? പുറത്തേക്ക് വന്നേ, മോളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ആരാ ഈ അക്ബർ? അക്ബറോ? ഫാത്തിമയുടെ കണ്ണുകളിലെ ഞെട്ടൽ നിമിഷ ടീച്ചർ കണ്ടു. അതെ, അക്ബർ. ഇനി ഒന്നും ഒളിക്കണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു. നിന്റെ പാപ്പ ഇതാ TC വാങ്ങി നിന്നെ ദുബായിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഈ കാര്യമൊക്കെ വിശദമായി പറഞ്ഞേ. ഫാത്തിമ ടീച്ചറിനോട് തൻ്റെ പ്രണയബന്ധത്തിൻ്റെ കെട്ടഴിച്ചു. ഫാത്തിമ, അക്ബറിൻ്റെ പണത്തിൻ്റെ വർണ്ണപ്രഭയിൽ കുടുങ്ങിയതാണെന്ന് മനസ്സിലാക്കാൻ നിമിഷ ടീച്ചറിന് അധിക നേരം വേണ്ടി വന്നില്ല. ഫാത്തിമയുമായി നിമിഷ ടീച്ചർ ബാപ്പയുടെ
ഫാത്തിമയെ കണ്ടതും അദ്ദേഹം ചാടി എഴുന്നേറ്റു. എടി, നിനക്ക് ഒളിച്ചോണ്ടതല്ലേ? നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ല അല്ലേ? അടിക്കാനായി കൈയോങ്ങിയ ബാപ്പയുടെ ഇടയിലേക്ക് നിമിഷ ടീച്ചർ ചാടി വീണു. ഇക്ക, വേണ്ട, നമുക്ക് ഫാത്തിമയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഇക്ക കുറച്ച് സമയം എനിക്ക് തരുമോ? ഇക്ക ഇരിക്കെ, ഞാൻ ഫാത്തിമയുമായി വിശദമായൊന്ന് സംസാരിക്കട്ടെ. നിമിഷ ടീച്ചർ ഫാത്തിമയുമായി ലൈബ്രറിയുടെ ഒരു മൂലയിലേക്ക് പോയി. ഫാത്തിമ, പറയൂ, നിനക്ക് അക്ബറിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ ടീച്ചർ, ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അവനെ മാത്രം. അത് സാധിച്ചില്ലെങ്കിൽ ഞാൻ... ഫാത്തിമ കരയാൻ തുടങ്ങി. ശരി മോളെ, ഇനി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. പണക്കാരായ പയ്യന്മാർക്ക് പ്രണയം എന്നതൊരു ഹോബി മാത്രമാണ്. അവരുടെ ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ കറിവേപ്പില പോലെ വലിച്ചെറിയും. നീ ആദ്യം നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥതയുള്ളതാണോ എന്ന് തിരിച്ചറിയണം. അതിൻ്റെ ടീച്ചർ പറയുന്ന പോലെ ചെയ്യണം. ചെയ്യുമോ? ചെയ്യാം ടീച്ചർ. ടീച്ചർ പറയൂ. നീ ഇന്ന് വീട്ടിൽ ചെന്നാലുടൻ അവനെ വിളിക്കണം. നിങ്ങളുടെ ബന്ധം വീട്ടുകാർ അറിഞ്ഞു എന്നും വീട്ടുകാർ ബന്ധത്തിന് സമ്മതിച്ചു എന്നും അക്ബറിൻ്റെ ബാപ്പയുമായി അക്ബർ വീട്ടിൽ വന്ന് സംസാരിക്കണമെന്നും പറയണം. അവർ വന്ന് സംസാരിച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ് നിക്കാഹ് നടത്താമെന്ന് വീട്ടുകാർ സമ്മതിച്ചതായി പറയണം. നാളെ അക്ബറിൻ്റെ മറുപടി നീ എന്നെ അറിയിക്കണം. സമ്മതിച്ചോ? ഫാത്തിമ എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ബാപ്പയോട് പറയും. സമ്മതിച്ചോ? സമ്മതിച്ചു ടീച്ചർ. നിമിഷ ടീച്ചർ ഫാത്തിമയുമായി വീണ്ടും ബാപ്പയുടെ അടുത്തെത്തി. ഇക്ക, ഞാൻ ഫാത്തിമയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. ഇവൾ അവനുമായുള്ള എല്ലാ ബന്ധവും ഇന്ന് തന്നെ ഉപേക്ഷിക്കും. വീട്ടിൽ ചെന്ന ശേഷം അവനോട് ഇക്കാര്യം പറയാൻ ഫോൺ കൊടുക്കണം. പിന്നെ അവൾക്ക് ഇക്ക ഫോൺ കൊടുക്കണ്ട. എന്താ ഫാത്തിമ, സമ്മതമല്ലേ? ശരി ടീച്ചർ, ടീച്ചർ പറയുന്ന പോലെ ചെയ്യാം. ആ ശരി, എന്നാൽ മോള് ക്ലാസ്സിൽ പോയിക്കോ. ക്ലാസ്സിൽ ആരുമായും ഇതിനെപ്പറ്റി ഒരു ചർച്ചയും വേണ്ട, കേട്ടല്ലോ? ശരി ടീച്ചർ. ഫാത്തിമ ക്ലാസ്സിലേക്ക് പോയി. ഇക്ക, ഇനി കുറച്ച് ദിവസം ഇക്ക തന്നെ ഇവളെ കൊണ്ടുവന്നാക്കുകയും വിളിച്ചുകൊണ്ട് പോവുകയും വേണം. ശരി ടീച്ചർ. ടീച്ചർ എൻ്റെ മകളുടെ മനസ്സ് മാറ്റിയെടുത്തല്ലോ. നന്ദിയുണ്ട് ടീച്ചർ. ഇക്ക സമാധാനമായി പോയിക്കൊള്ളൂ. രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ നിമിഷ ടീച്ചറിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ടീച്ചർ, ഞാൻ ഫാത്തിമയാണ്. എന്തായി മോളെ, പറഞ്ഞോ? പറഞ്ഞു ടീച്ചർ. അവൻ എന്തു മറുപടി പറഞ്ഞു? ബാപ്പയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ശരി. ഇനി ഫാത്തിമ ഒന്ന് ഉറപ്പിച്ചോളൂ. അവൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവൻ ബാപ്പയുമായി വരും. അല്ലെങ്കിൽ അവൻ മാത്രമായെങ്കിലും വരും. ബാപ്പ സമ്മതിക്കുന്നില്ല എന്ന് പറയാൻ. അല്ലെങ്കിൽ മോൾ ഉറപ്പിച്ചോ, അവന് ഇത് വെറും തമാശയാണ്. ദിവസങ്ങൾ കടന്നുപോയി. അവൻ വിളിച്ചില്ല ടീച്ചർ, വന്നില്ല ടീച്ചർ. ഈ മറുപടി മാത്രമാണ് ഫാത്തിമയ്ക്ക് ടീച്ചറിനോട് പറയാനുണ്ടായിരുന്നത്. ഈ മറുപടി പറയുമ്പോഴുള്ള ഫാത്തിമയുടെ മുഖത്തെ വിഷമഭാവം ദിവസം കഴിയുന്തോറും കുറഞ്ഞു വന്നു. പതിയെ പതിയെ തമ്മിൽ കാണുമ്പോഴുള്ള ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തിയില്ലാതായി. SSLC റിസൾട്ട് വന്നു. ഫാത്തിമയ്ക്ക് മുഴുവൻ വിഷയങ്ങൾക്ക് A+. ലഡുവുമായി ഫാത്തിമയും ബാപ്പയും ആദ്യം നിമിഷ ടീച്ചറിൻ്റെ അടുത്തെത്തി. നിമിഷ ടീച്ചർ ഫാത്തിമയെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ മുത്തം കൊടുത്തു. മോൾ പഠിച്ച് ബാപ്പയുടെ ആഗ്രഹം പോലെ ഒരു ഡോക്ടറാകണം. 1 വർഷം കഴിഞ്ഞപ്പോൾ ടീച്ചറിന് ഫാത്തിമയുടെ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടി. തുറന്നു നോക്കിയപ്പോൾ ഒരു കല്യാണക്കുറി. വരൻ അക്ബർ, വധു ജമീല. ആ നാട്ടിലെ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ മകൾ. കൂടെ ആമിനയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജും. ടീച്ചർ, അള്ളാഹുവിൻ്റെ രൂപത്തിൽ ആ സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
നന്നായി പഠിക്കൂ മോളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിമിഷ ടീച്ചർ മറുപടിയിട്ടു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഫാത്തിമ ഇന്ന് ഡോക്ടർ ഫാത്തിമയാണ്. ടീച്ചറേ എന്ന വിളി കേട്ട് നിമിഷ ടീച്ചർ കണ്ണു തുറന്നു. പെൻഷൻ പറ്റി 2 വർഷത്തിന് ശേഷം നിമിഷ ടീച്ചർ പഴയ സ്കൂളിലേക്ക് പോവുകയാണ്. ടീച്ചർ ഇറങ്ങാനുള്ള സ്റ്റോപ്പായി. കണ്ടക്ടർ ഹരിയാണ്, നിമിഷ ടീച്ചറിൻ്റെ പഴയ സ്റ്റുഡൻറ്റ്. ടീച്ചർ വെറുതെ വന്നതാണോ? എന്തെങ്കിലും വിശേഷമുണ്ടോ ടീച്ചർ? ആ ഉണ്ട് ഹരി, ഇന്ന് ഫാത്തിമയുടെ കല്യാണമാണ്. നിനക്കറിയില്ലേ ഡോക്ടർ ഫാത്തിമയെ? അറിയാം ടീച്ചർ. ശരി ഹരി, ഇറങ്ങട്ടെ. നിറഞ്ഞ മനസ്സോടെ ഉറച്ച കാൽവയ്പോടെ നിമിഷ ടീച്ചർ സ്കൂളിനടുത്തായുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നു. ഫാത്തിമയുടെ നഷ്ടപ്രണയത്തിൻ്റെ താഴ്വരയിലെ ദേവദാരുക്കൾ നിമിഷ ടീച്ചറെ കുളിരണിയിച്ചു.